ഇന്നാണ് ഞാനൊരു സിനിമ കണ്ടു. സിനിമയുടെ പേര് ചിന്ന ചിന്ന ആസൈ. ചിന്ന ചിന്ന ആസയിൽ അഭിനയിച്ചിരിക്കുന്നത് മധുബാലയും ഇന്ദ്രൻസുമാണ്. ഞാൻ ആദ്യമായിട്ട് മധുബാലയുടെ ഒരു സിനിമ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ പഴയ സിനിമ റോജ. ഞാനൊരു 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് ആ ഒരു സിനിമ ഇറങ്ങുന്നത്. ഇന്ത്യയിൽ ഉടനീളം വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് റോജ. അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കുട്ടിയുടെ അതിൽ അഭിനയിച്ച മധുബാല എന്ന വ്യക്തിയുടെ അഭിനയം വളരെ നല്ലതായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ കുട്ടി മലയാളത്തിൽ, കുട്ടിയല്ല, എന്നേക്കാൾ മൂത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ മലയാളത്തിൽ എല്ലാം അവർ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ മറ്റൊരു സിനിമ മുകേഷുമായിട്ട് അവർ 2 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലുമായിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, യോധ എന്ന ഫേമസ് മൂവി. പിന്നീട് അവർ കുറേ നാളായിട്ട് അവർ സിനിമാ രംഗത്തൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. ഇനി ഇന്ദ്രൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ റോജ കണ്ട് ഒരു വർഷത്തിന് ശേഷമൊക്കെ ഇന്ദ്രൻസിൻ്റെ കുറേ മൂവീസ് ആ സമയം ഇറങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ വളരെ മെലിഞ്ഞ ഒരു പ്രകൃതമായിരുന്നു. അദ്ദേഹം കോമഡി വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ആ സമയത്ത് ഒരിക്കലും നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കില്ല ഇതുപോലെ മധുബാലയും ഇന്ദ്രൻസും ലീഡ് റോൾസ് ചെയ്യുന്ന ഒരു സിനിമ വരുമെന്ന്. ആ സമയത്ത് ഒരിക്കലും ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇറ്റ് വാസ് നൈസ് ടു സീ ദം ഇൻ ദിസ് മൂവി ടുഗെദർ. 2 പേരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. ഈ സിനിമയെന്ന് പറയുന്നത് വളരെ നല്ല സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കഥയാണ്. ആ കഥ നടക്കുന്നത് ബനാറസിൽ വെച്ചാണ്. കാശി, ബനാറസ്, വാരണാസി എന്നൊക്കെ പറയുന്ന ഈ സ്ഥലത്താണ് നടക്കുന്നത്. ഈ സ്ഥലത്ത് ഈ മധുബാലയുടെ കഥാപാത്രത്തിൻ്റെ പേര് ലീലയെന്നാണ്. അവിടെ കുറേ ആൾക്കാരുടെ കൂടെ ഒരു ഒരു യാത്രയ്ക്ക് അവിടെയൊക്കെ സന്ദർശനത്തിന് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ അവർ ഈ കൂട്ടം വിട്ട് പോകുന്നു, ഒറ്റപ്പെട്ട് പോവുകയും അവരിങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്ത് ഇരുന്ന് കരയുന്നത് കാണുന്നു. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആൾക്കാർ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നു. അവരുടെ ഭാഷ അവർ തമിഴ്നാട്ടിൽ നിന്നോ കേരളത്തിൽ നിന്നോ ആയിരിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇന്ദ്രൻസിനോട് അവിടെയുള്ള ഒരാൾ പറയുന്നു, ഇതുപോലെ ഈ വ്യക്തി, ഈ ഒരു സ്ത്രീ എവിടുന്നോ കൂട്ടം വിട്ട് പോയതാണ്, ഇവരെ സഹായിക്ക് എന്ന് പറഞ്ഞ് ഇന്ദ്രൻസിനോട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഇന്ദ്രൻസ് അവരെ സഹായിക്കാൻ വേണ്ടി ചെല്ലുകയും അവരുടെ കൂടെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നു. സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ആ ഒരു ദിവസമാണ് ഈ ഒരു എൻറ്റയർ മൂവി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അതായത് ഇന്ദ്രൻസിൻ്റെ കഥാപാത്രം പറയുന്ന ഒരു കാര്യം ഉണ്ട്. അത് കാശിയെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് വരെ എനിക്ക് ഈ ഒരു കാശിയെപ്പറ്റി ഈ ഒരു കാര്യം അറിയില്ലായിരുന്നു. അതായത് കാശിയിൽ പരുന്ത് മുകളിൽ വട്ടമിട്ട് പറക്കില്ല. കാശിയിൽ ഈ പല്ലി, നമ്മുടെ വീടുകളിലൊക്കെ പല്ലി ചിലയ്ക്കുമല്ലോ, പല്ലി അവിടുത്തെ പല്ലികളൊന്നും ചിലയ്ക്കാറില്ല. പിന്നെ കണ്ടത് അതായത് ഞാനിത് സെർച്ച് ചെയ്ത് നോക്കി, ഇത് ഇന്ദ്രൻസ് പറഞ്ഞാൽ ശരിയാണോ എന്നറിയാൻ വേണ്ടി സെർച്ച് ചെയ്തപ്പോൾ അത് അവിടെ അങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് സെർച്ച് ചെയ്തപ്പോഴും കാണാൻ സാധിച്ചത്. അതായത് പശുക്കളൊന്നും അവിടെ ആരെയും കുത്തുകയോ അല്ലെങ്കിൽ ഒരു തരത്തിൽ അറ്റാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ അതായത് ശവം കത്തിച്ച് കഴിഞ്ഞാൽ സാധാരണ ഭയങ്കര ഫൗൾ സ്മെൽ ഉണ്ടാകും. എന്നാൽ അവിടെ ഈ ഒരു വാരണാസിയിൽ ശവങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ ഫൗൾ സ്മെൽ വരില്ല എന്ന് പറയുന്നു. അതുപോലെ ഈ സാധാരണ പൂവിനൊക്കെ നല്ല മണമായിരിക്കും, അല്ലെ മുല്ലപ്പൂവ് അല്ലെ ഏത് പൂവിനായാലും നല്ല മണമായിരിക്കും. പക്ഷേ അവിടുത്തെ ഈ പൂക്കൾക്കൊന്നും വലിയ മണമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും ഞാൻ ഒരിക്കൽ പോലും ഈ വാരണാസിയിൽ പോയിട്ടില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നേരിട്ട അനുഭവമൊന്നുമില്ല. പക്ഷേ ഇത് സെർച്ച് ചെയ്തപ്പോൾ കാണാൻ സാധിച്ച വളരെ സ്ട്രേഞ്ചായിട്ട് തോന്നിയ ഒരു കാര്യം പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൂവി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ അവസാനം അവർ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണ്, നമുക്ക് കരയാൻ വരും. ആ ലെവലിലാണ് ആ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പേരുടെയും അഭിനയം നല്ല അഭിനയമാണ്. അവർ നല്ല രീതിയിൽ ഒരു പെയറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ ലീല എന്ന കഥാപാത്രത്തിന് യാതൊരുവിധ മേക്കപ്പും ഇല്ല. അതുപോലെ അവർ ആകപ്പാടെ ത്രൂ ഔട്ട് മൂവിയിൽ ആകപ്പാടെ ധരിക്കുന്ന 2 സാരിയാണ്. ഒരു പച്ച സാരിയാണ് മുക്കാൽ സമയം, എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഇൻസിഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു സാരി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. രാത്രിയാകുമ്പോൾ അവർ ആ സാരി മാറ്റി മറ്റൊരു സാരിയിലേക്ക് മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില സിനിമകളൊക്കെ ഒരുപാട് പണം ചെലവഴിച്ച് ഒരുപാട് കോസ്റ്റ്യൂംസിന് വേണ്ടി ഒരുപാട് തരത്തിൽ വാരണാസി എന്ന് പറയുന്ന ഒറ്റ സ്ഥലത്താണ് ഈ ഒരു എൻറ്റയർ മൂവി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു സീൻ, ഒരു കുട്ടി, അതായത് ലീല എന്ന കഥാപാത്രത്തിൻ്റെ ചെറുപ്പകാലം ചിത്രീകരിക്കുന്ന ഒരു കൊച്ചു കുട്ടിയായിട്ടുള്ള ലീലയുടെ ജീവിതത്തെ കാണിക്കുന്ന ആ ഒരു ഭാഗം മാത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂരാണെന്ന് തോന്നുന്നു സ്ഥലത്ത് വെച്ചെടുത്തതായിട്ട് കാണിച്ചിരിക്കുന്നു. അതർവൈസ് അത് മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് വാരണാസിയിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവി എന്ന് പറയുന്നത് റിലീസ് ചെയ്യുന്ന വെറും 1-1.5 മാസം മുമ്പ് മാത്രമാണ്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നില്ല ഇതിന് വലിയ നഷ്ടം, അധികം ഓടിയില്ല എന്ന് തോന്നുന്നു. ഒരാഴ്ച വല്ല ഓടി കാണത്തുള്ളൂ. എന്നാലും വലിയ ഓടിയാലും ഓടിയില്ലെങ്കിലും ഇതിന് വലിയ നഷ്ടം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇത് വാരണാസി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നു. അത് കോസ്റ്റ്യൂംസിനും മേക്കപ്പിനും ഒന്നും അധികം ചിലവായിട്ടില്ല. മിനിമം ക്യാരക്ടേഴ്സിനെ വെച്ചാണ് ഈ ഒരു നല്ല മൂവി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എനിക്ക് അതിൽ വേണ്ട എന്ന് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇതിൽ അപർണയുടെ ഒരു ക്യാരക്ടറുണ്ട്. അതായത് ഇന്ദ്രൻസിൻ്റെ മകളായിട്ടാണ് അപർണ ഇതിൽ അഭിനയിക്കുന്നത്. അപർണയുടെ ഒരു കഥക് ഡാൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ആ ഡാൻസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ബട്ട് അതർവൈസ് ബാക്കിയുള്ള 2 സോങ്സൊക്കെ വളരെ അത് ആവശ്യമുള്ളത് തന്നെയാണ്. അപർണയുടെ സോങ്ങിന് പകരം എനിക്ക് എങ്ങനെ ഇവർ ഒറ്റപ്പെട്ടു, എങ്ങനെ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് പോയി എന്ന് കാണിക്കുന്ന സീൻസും, അവരുടെ സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നുണ്ട്, ഒരാൾ മോഷ്ടിക്കുന്നുണ്ട്, അവരുടെ സാധനങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ആ സീൻസ് ഒന്നും തന്നെ കാണിച്ചിട്ടില്ല. അപ്പോൾ ആ സീൻസോടൊക്കെ കുറച്ചുകൂടെ ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയായിരുന്നു. എന്നാൽ ആ എൻഡിങ് സീൻസ്, ഏറ്റവും അവസാനം ഒരു തോണിയിൽ ഇവർ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നീങ്ങുന്നതായിട്ട് ഇന്ദ്രൻസ് കരയിൽ നിന്ന് അത് നോക്കുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസാണ്. അപ്പോൾ ഓവറോൾ എനിക്കത് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയായിരുന്നു. പിന്നെ ഇനിയും ഒരു റിയൽ ലൈഫ്, ഈ മൂവി എന്ന് പറയുന്ന മൂവിയായിട്ട് മാത്രമാണ് നമ്മളിത് കാണേണ്ടത്. ഇതിൽ ഈ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഈ ലീല എന്ന വ്യക്തി വിശ്വസിച്ച് നടക്കുന്നു, അദ്ദേഹം പോകുന്നിടത്തെല്ലാം പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് മൂവിയെ നമ്മളെപ്പോഴും സിനിമയായിട്ട് മാത്രം കാണണം. റിയൽ ലൈഫിൽ നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുവാണെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാർ ആരുമില്ല, നമ്മുടെ കൂടെ ആരുമില്ല, പെട്ടെന്ന് നമ്മുടെ കയ്യിൽ സാധനവുമില്ല, ഏറ്റവും നിങ്ങൾക്ക് സേഫായിട്ട് പോയി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ഈ 3 സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് സിറ്റീസിൽ വളരെ സേഫായിട്ടുള്ള സ്ഥലങ്ങളാണ്. എന്തു വെച്ചാൽ ഈ സിറ്റീസിൽ, അതായത് ഇങ്ങനെ 24/7 ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റാൻഡിൽ, ഇപ്പോൾ ചെന്നൈയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് സിറ്റിയിൽ, ബാംഗ്ലൂർ ആയിക്കോട്ടെ, ഏത് സിറ്റിയിലാണെങ്കിൽ 24/7 ഇങ്ങനെ ബസ് പോവുകയും വരികയും ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെയും 24/7 ഇങ്ങനെ ട്രെയിൻസ് വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കുന്ന, ആളുകളും വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കുന്ന ഒരു വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രിയിൽ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയാൽ യു ആർ സേഫ് ദെയർ. എയർപോർട്ട് വളരെ സേഫായിട്ടുള്ള, എയർപോർട്ടിൻ്റെ വെളിയിൽ ആരെങ്കിലും കൊണ്ടുവിടാൻ വന്നതാണ് അല്ലെങ്കിൽ ആരെങ്കിലും നോക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വളരെ സേഫായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ റിയൽ ലൈഫിൽ ഐ ഡോണ്ട് സജസ്റ്റ് നിങ്ങൾ ഇത്തരത്തിൽ അറിയാൻ വയ്യാത്ത, എത്ര പാവമായിട്ട് തോന്നുന്ന ഒരു വ്യക്തി ആയാലും ആ വ്യക്തിയുടെ കൂടെ പോകുന്നത് ശരിയല്ല. പോയി കഴിഞ്ഞാൽ അത് അത് ഒരു സേഫ്റ്റി നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് ഇത് നമ്മൾ സിനിമയായിട്ട് കാണുക. റിയൽ ലൈഫിൽ ഇത്തരത്തിൽ ഉള്ള സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നല്ലത്. അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.